നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാവേലിക്കസ് എന്ന പേരിൽ ഇത്തവണ അതിഗംഭീര ഓണാഘോഷത്തിനാണ് കോഴിക്കോട് തയ്യാറെടുക്കുന്നതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര വകുപ്പും കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയായ മാവേലിക്കസിന്റെ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിപുലവും വൈവിധ്യമാർദ്ദവുമായ പരിപാടികളോടെയായിരിക്കും ഇത്തവണത്തെ ഓണാഘോഷമെന്നും ഇത് ഗംഭീരമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ പ്രധാന കലാകാരന്മാർ പരിപാടികളിൽ പങ്കാളികളാകുമെന്നും മന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ വിശദമായ വിവരങ്ങൾ ആപ്പിലൂടെ അറിയാനാകും. കലാപരിപാടികൾ, വേദികൾ, മത്സര വിവരങ്ങൾ, മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ആപ്പിൽ ലഭ്യമാകും. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്, ഒനീറോ സ്ട്രാറ്റജിസ്റ്റ് എന്നിവരുമായി സഹകരിച്ചാണ് മാവേലിക്കസ് ആപ്പിന്റെ പ്രവർത്തനം. രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള പ്രശസ്ത കലാകാരന്മാരെ അണിനിരത്തി 9 കേന്ദ്രങ്ങളിലാണ് ഇത്തവണത്തെ ഓണാഘോഷം. വാണിജ്യമേള, ഫ്ലവർ ഷോ, കൈത്തറി കരകൗശലമേള, ഭക്ഷ്യമേള, പുസ്തകോത്സവം, പൂക്കള മത്സരം തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമാക്കും. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, സബ് കളക്ടർ ഗൗതം രാജ്, KTIL ചെയർമാൻ SK സജീഷ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്നതോടൊപ്പം വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഉന്നതികളിലെ ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാന ജനവികസന ഏജൻസിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സഹകരണത്തോടെ വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിച്ച സ്നേഹഹസ്തം മെഗാ മെഡിക്കൽ ക്യാമ്പ് തുഷാരഗിരി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്താനുള്ള പ്രയാസം കുറയ്ക്കാനാണ് വനം വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി സ്നേഹഹസ്തം നടപ്പിലാക്കിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സമാനമായ 551 മെഡിക്കൽ ക്യാമ്പുകൾ ഉന്നതികളിൽ നടത്തിയിട്ടുണ്ടെന്നും 1000 ക്യാമ്പുകൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ജില്ലയിലെ മലയോര മേഖലയിലുള്ള വിവിധ ഉന്നതികളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗക്കാരായ കുടുംബങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയത്. ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്നേഹഹസ്തം കൺവീനർ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ സിസിലി ജേക്കബ്, റോസ്ലി മാത്യു, സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ BN അഞ്ജൻ കുമാർ, അഡ്വക്കേറ്റ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജസ്റ്റിൻ മോഹൻ, IMA ദേശീയ ചെയർമാൻ ഡോക്ടർ MS അഷ്റഫ്, CK ഷാജി, ജേക്കബ് മാത്യു, ഡോക്ടർ B വേണുഗോപാലൻ, U ആഷിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ വ്യാപകമാവുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ കടലുണ്ടി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചെസ് ഗ്രാമം പദ്ധതിക്ക് ഉജ്ജ്വല തുടക്കം. മന്ത്രി P.A. മുഹമ്മദ് റിയാസ് മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിനോടൊപ്പം ചെസ് ബോർഡിൽ കരുക്കൾ നീക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ഓഷ്യാനസ് ചാലിയം ടൂറിസ്റ്റ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 50 ടീമുകൾ പങ്കെടുത്ത മഹാ ചെസ് ടൂർണമെന്റും അരങ്ങേറി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്യൂച്ചർ പദ്ധതിയുടെ ഭാഗമായാണ് ചെസ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. കടലുണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, SSK, സ്പോർട്സ് കൗൺസിൽ, ക്ലബ്ബുകൾ, വായനശാലകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ചെസ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുക. 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചെസ് പരിശീലനങ്ങൾ, ടൂർണമെന്റുകൾ, പ്രദർശനങ്ങൾ, ചെസ് സെന്ററുകൾ ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കും. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കടലുണ്ടിയിലെ ക്ലബ്ബുകൾ, വായനശാലകൾ, വിദ്യാലയങ്ങൾ, ചെസ് കോർണറുകൾ എന്നിവയ്ക്കുള്ള ചെസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം ചാലിയം GLPS PTA പ്രസിഡന്റ് CV റഹ്മത്തുള്ളയ്ക്ക് നൽകിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V അനുഷ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ മുഖ്യാതിഥിയായി. മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ടീച്ചർ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ K പവിത്രൻ, ഫ്യൂച്ചർ വിദ്യാഭ്യാസ പരിപാടി കൺവീനർ ഡോക്ടർ A അബ്ദുൾ ഹക്കീം, ഫറൂഖ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ AM സിദ്ദിഖ്, നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KA ബോസ്, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ്, T രാധാഗോപി, O പ്രമോദ്, T നിഖിൽ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
കാക്കൂർ ഗ്രാമപഞ്ചായത്തിലെ മാക്കൂട്ടം നെല്ലിക്കുന്ന് കുടിവെള്ള പദ്ധതി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 13ാം വാർഡിലെ മാക്കൂട്ടം, മുണ്ടപ്പുറം, ശങ്കരംപറമ്പത്ത്, നെല്ലിക്കുന്ന് ഭാഗങ്ങളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കിയത്. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ വിവിധ വർഷങ്ങളിലായി വകയിരുത്തിയ 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. കിണർ നിർമ്മിക്കാൻ മുടുവൻപുറത്ത് ഇല്ലത്ത് ജീജയും ടാങ്ക് നിർമ്മാണത്തിന് മുണ്ടപ്പുറത്ത് പുരുഷോത്തമനും സൗജന്യമായി പഞ്ചായത്തിന് സ്ഥലം വിട്ടുനൽകുകയായിരുന്നു. 130ഓളം പേർക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള പദ്ധതി കമ്മിറ്റി സെക്രട്ടറി PP സിഗ്നേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KM അജിത് കുമാർ, NK സജീവൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുതലമുറയിലെ കുട്ടികളെ കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരള ടൂറിസം വകുപ്പിന്റെയും DTPCയുടെയും നേതൃത്വത്തിൽ ഫറോക്ക് ചുങ്കം ബഷീർ പാർക്കിൽ നടന്ന ഡെസ്റ്റിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം വളരുന്ന ടൂറിസം മേഖലയെ കൂടുതൽ മികച്ചതാക്കാനുള്ള പ്രവർത്തനങ്ങൾ യുവജനങ്ങൾ നടത്തണമെന്നും പഠനത്തോടൊപ്പം ടൂറിസം മേഖലയിലെ അഭിരുചികൾ മുറുകെ പിടിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ടൂറിസം ക്ലബ്ബ് ജില്ലയിൽ നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളടങ്ങിയ മിഷൻ 2025 കലണ്ടറിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ടൂറിസം ക്ലബ്ബിലെ 70 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തും. ചടങ്ങിൽ DTPC സെക്രട്ടറി ഡോക്ടർ T നിഖിൽദാസ്, ടൂറിസം ക്ലബ്ബ് സംസ്ഥാന കൺവീനർ SK സജീഷ്, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ T ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, ടൂറിസം ക്ലബ്ബ് സംസ്ഥാന കോർഡിനേറ്റർ P സച്ചിൻ, ജില്ലാ കോർഡിനേറ്റർ P സോനുരാജ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോടിന് ലോക സിനിമാ കാഴ്ചകളുടെ 4 ദിനരാത്രങ്ങൾ സമ്മാനിച്ച മേഖല രാജ്യാന്തര ചലച്ചിത്രോത്സവം ഇന്ന് കൊടിയിറങ്ങും. കൈരളി തിയേറ്ററിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിശിഷ്ടാതിഥിയാകും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയാകും. KSFDC ചെയർപേഴ്സണും സംവിധായകനുമായ K മധു, ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ, KTIL ചെയർപേഴ്സൺ SK സജീഷ്, ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗവും സംവിധായകനുമായ മനോജ് ഖാന, സംവിധായിക ശിവരഞ്ജിനി, ചലച്ചിത്ര നിർമ്മാതാവ് ഷിർഗ സന്ദീപ്, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.